ഹായ്, ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കണ്ട വീഡിയോ ഒരാളുടെ ഭാര്യ ഒളിച്ചോടിപ്പോയി എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോ ഇയാളുടെ ഭാര്യ മാത്രമല്ല, ഒരുപാട് ഭാര്യമാർ ഒളിച്ചോടിപ്പോയിട്ടുണ്ട്. അതൊന്നും ആരും വീഡിയോ ആക്കില്ല. ഇതെന്തുകൊണ്ട് വീഡിയോ ആക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാള് ഫേമസ് ആണ്, ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ ഇയാളുടെ ഭാര്യ ഒളിച്ചോടിയത് ന്യൂസ് ആക്കി കഴിഞ്ഞാൽ ഒത്തിരി വ്യൂസ് വരും, പണം വരും എന്നുള്ള ചിന്തയിൽ തന്നെയാണ് ഇപ്പോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന പല ചാനലുകളും. അവരെ സംബന്ധിച്ച് ആർക്ക് എന്ത് സംഭവിച്ചാലും അവർക്കൊരു പ്രശ്നമേ അല്ല. അതെടുത്ത് വെച്ച് വീഡിയോ ചെയ്യുക, അതിലൂടെ റീച്ച് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. ആർക്ക് എന്ത് സംഭവിച്ചാലും അവർക്കൊരു പ്രശ്നമേ അല്ല. അവർ വേദനിക്കുന്നുണ്ടോ, അവർ ഏത് മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്, ഇതൊന്നും ചിന്തിക്കാത്ത വ്യക്തികളാണ് ഭൂരിഭാഗം, എല്ലാവരെയും അല്ല, ഭൂരിഭാഗം റിയാക്ഷൻ ചാനലുകൾ നടത്തുന്ന ആൾക്കാരും ചെയ്യുന്നത്. ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ഒളിച്ചോട്ടവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്ത പല ആൾക്കാരും പറഞ്ഞൊരു കാര്യം, ആ പെൺകുട്ടിയെ ഞങ്ങൾ കുറ്റം പറയില്ല, അതിന് കാരണമുണ്ട്. എന്ത് കാരണം? എന്താണ് കാരണം? അതായത് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ആ പെൺകുട്ടിയെ ഞങ്ങൾ കുറ്റം പറയില്ല, പെൺകുട്ടിക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം. അതായത് അറിയാത്ത രീതി പ്രേക്ഷകർക്ക് ഇട്ടുകൊടുക്കുകയാണ്. ഈ പുള്ളിയുടെ ഭാഗത്താണ് തെറ്റ്, ഈ പുള്ളി കൊടുക്കേണ്ടത് കൊടുത്തില്ല. അതായത് ഈ പുള്ളിയെ ഗേ ആക്കി മാറ്റാൻ പല ആൾക്കാരും ഇതിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് കൃത്യമായിട്ട് കാര്യം അറിഞ്ഞതൊന്നുമല്ല സംസാരിക്കുന്നത്. എങ്ങനെ ന്യൂസ് വാല്യൂ ഉണ്ടാക്കാം എന്നുള്ള ചിന്തയിൽ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പയ്യന്റെ മാനസികാവസ്ഥ എന്താണ് എന്ന് ഇവർ ചിന്തിച്ചിട്ടുണ്ടോ? അയാൾ ഏത് രീതിയിലൂടെയാണ് കടന്നുപോയിട്ടുണ്ടാവുക? അയാളുടെ വിഷമം എത്രത്തോളം വലുതാണ്? അതായത് ഇവർക്ക് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന പല ആൾക്കാർക്കും മറ്റുള്ളവരുടെ ഫീലിങ്സ് എന്നത് ഒരു വിഷയമേ അല്ല. ഏത് വിധേനയും, അതായത് തംബ്നെയിലിൽ ഇവൻ ശരിയല്ല, ഇവൻ മറ്റേതാണ് എന്നുള്ള തരത്തിൽ എഴുതി വിടുക, അതിലൂടെ പണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രം. സത്യം പറഞ്ഞാൽ ഇവർക്ക് പോയി ചത്തൂടെ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്? ഒരാളെ നാറ്റിച്ച് ഇല്ലാതാക്കി ഏത് രീതിയിലും വീഡിയോ ചെയ്ത് പണം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇവറ്റങ്ങൾക്കുള്ളത്. സത്യം പറഞ്ഞാൽ സങ്കടം തോന്നിപ്പോകുന്നു. അവർക്ക് അവരുടേതായിട്ടുള്ള പല കാര്യങ്ങൾ കാണും. നമ്മൾക്ക് അറിയില്ല കൃത്യമായിട്ട്. നമ്മൾക്ക് അറിഞ്ഞ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒളിച്ചോടിപ്പോയി എന്നുള്ള വിഷയം. ആ വിഷയത്തിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, അയാളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യുക, മാന്യമായിട്ട് മാറി നിൽക്കുക, അതിനുശേഷം ആരോടൊപ്പം വേണമെങ്കിലും പോവാം എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ആ വിഷയം എടുത്തു വെച്ച് ഇത് ഇങ്ങനെയാണ്, ഇത് അങ്ങനെയാണ്, ആ പെൺകുട്ടി കഴപ്പാണ്, ഈ പയ്യൻ ഇങ്ങനത്തവനാണ് എന്ന് പറയുന്നതിനോട് നമുക്ക് ഒരു യോജിപ്പുമില്ല. വളരെ മോശപ്പെട്ട പരിപാടിയാണ്. ഇത്തരം റിയാക്ഷൻ ചാനലുകൾ തന്നെയാണ് ഈ വിഷയത്തെ ഇത്രയും വൃത്തികളാക്കി മാറ്റുന്നത്. പലരുടെയും ജീവിതത്തിൽ ഇവർ കയറി കളിക്കുന്നതിന്റെ ഫലമായിട്ട് പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ പല രീതിയിലുള്ള വീഡിയോസ് ചെയ്യും. പ്രേക്ഷകർ എന്ത് കണ്ടാൽ ക്ലിക്ക് ചെയ്യും എന്ന് ചിന്തിച്ച് ഒരു തംബ്നെയിൽ ഉണ്ടാക്കും. എന്ത് പറഞ്ഞാൽ പ്രേക്ഷകർ ആ വീഡിയോ മുഴുവൻ കാണും എന്നുള്ള ചിന്തയിലാണ് അവർ ഓരോ വീഡിയോയും ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കമന്റ് ചെയ്യാൻ നിൽക്കരുത്. കാരണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് കാര്യം അറിയാതെയാണ് വീഡിയോ ചെയ്യുന്നത്. പ്രേക്ഷകരെ മുന്നിൽ കണ്ടിട്ടാണ് അവർ വീഡിയോ ചെയ്യുന്നത്. ഇവർക്ക് ഇത്തരം കാര്യങ്ങൾ ഇഷ്ടപ്പെടും എന്ന് ചിന്തിച്ചിട്ടാണ് അവർ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അതിൽ ചെന്ന് വീണ് അതിന് താഴെ കമന്റ്സ്, ഓ ആ പെൺകുട്ടി അങ്ങനെയാണല്ലേ, ആ പയ്യൻ ഇങ്ങനെയാണല്ലേ എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുന്നവർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. കാരണം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളും ആ ചതിക്കുഴിയിൽ വീഴുകയാണ് എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വേണം. അപ്പോൾ ഇനിയെങ്കിലും നാണം കെട്ട് പണം ഉണ്ടാക്കാതെ നല്ല രീതിയിൽ വീഡിയോസ് ചെയ്ത് ജീവിക്കൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അത്രയുള്ള വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.